വെറും 50 രൂപ ബഡ്ജറ്റിൽ 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കാടും മലയും പുഴയും തുരങ്കവും ഒക്കെ താണ്ടി ഒരു അടിപൊളി ട്രെയിൻ യാത്ര ചെയ്താലോ? നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണിത്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. ഞാനിപ്പോ യാത്ര ചെയ്യുന്നത് വേളാങ്കണ്ണി എക്സ്പ്രസിലാണ്. വേളാങ്കണ്ണി യാത്രയുടെ ഭാഗമായതുകൊണ്ട് വേളാങ്കണ്ണി എക്സ്പ്രസ് കൂടാതെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസും മധുര എക്സ്പ്രസും പാലരുവി എക്സ്പ്രസും ഇതേ റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത്. കൊങ്കൺ റെയിൽവേക്ക് സമാനമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ഒരു കൊല്ലം സെങ്കോട്ട പാത. ഞാൻ ഈ വഴി 3 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മടുക്കാത്ത മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഈ ഒരു യാത്ര തരുന്നത്. ട്രെയിൻ വളരെ സ്പീഡ് കുറച്ചാണ് ഈ ഒരു റൂട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയുടെ ആ ഒരു ദൃശ്യഭംഗി ആവോളം നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. കേരളത്തിൽ മറ്റൊരിടത്തും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര കിട്ടില്ല, ഉറപ്പാണ്. കൊല്ലം, കൊട്ടാരക്കര, പുനലൂര് വരെയൊക്കെ നോർമൽ ആയിട്ടുള്ള കാഴ്ചകളാണ്. പുനലൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ആ ഒരു ടെക്സ്ചർ മൊത്തത്തിൽ അങ്ങോട്ട് മാറും. എടമണും തെന്മലയും സെങ്കോട്ടയും ആര്യങ്കാവും ഒക്കെ കാഴ്ചയുടെ ഒരു നവ്യ അനുഭവം നമുക്ക് തരും. ബ്രിട്ടീഷുകാർ പണിത 13 കണ്ണറ പാലവും 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന വലിയ തുരങ്കവും ഒക്കെ ട്രെയിൻ യാത്രയുടെ മറക്കാനാവാത്ത ഒരു ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കും, അത് ഉറപ്പാണ്. ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് യാത്ര ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ യാത്ര ചെയ്യേണ്ട കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ പാതയാണിത്. കൊല്ലം സെങ്കോട്ട പാതയല്ലാതെ കേരളത്തിൽ വേറെ 2 അടിപൊളി ട്രെയിൻ പാതകളുണ്ട്. അത് കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റൂട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ.